ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ നിയമസഭയിൽ ഭരണപ്രതിപക്ഷാംഗങ്ങൾ നേർക്കുനേർ. ദേവസ്വം മന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന പ്രതിപക്ഷ നിലപാടിൽ മൂന്നാം ദിവസവും സഭ സംഘർഷഭരിതമായി. വനിതാ വാച്ച് ആൻഡ് വാർഡിനെതിരെ പോലും പ്രതിപക്ഷ കയ്യേറ്റ ശ്രമമെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. നടുത്തളത്തിലേക്ക് ചാടിയിറങ്ങിയത് മന്ത്രി മുഹമ്മദ് റിയാസാണെന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. ദേവസ്വം മന്ത്രി രാജിവെക്കുകയും ദേവസ്വം ബോർഡ് അംഗങ്ങളെ പുറത്താക്കുന്നതും വരെ ഞങ്ങൾ സഭയുമായി സഹകരിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. കക്ഷി നേതാക്കളുടെ യോഗത്തിൽ പോലും പങ്കെടുക്കാതെ കടുത്ത നിലപാടുമായാണ് പ്രതിപക്ഷം സഭയിലെത്തിയത്. സ്പീക്കറുടെ മുഖം മറയ്ക്കാതിരിക്കാൻ പ്രതിപക്ഷത്തിന് മുന്നിൽ വാച്ച് ആൻഡ് വാർഡ് പ്രതിരോധം തീർത്തു. പ്രതിപക്ഷ നിസ്സഹകരണത്തിനിടയിലും ചോദ്യോത്തരവേള മുന്നോട്ടു പോയി. ഇതിനിടയിൽ പ്രതിപക്ഷം വാച്ച് ആൻഡ് വാർഡിനെ മറികടക്കാൻ ശ്രമം നടത്തി. ഉന്തും തള്ളുമായി. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരും ഭരണനിരയും കൂടി നടുത്തളത്തിലെത്തി. ഇതൊക്കെ കാണുന്ന കുട്ടികളാണ് കേട്ടോ. മന്ത്രി വി ശിവൻകുട്ടി മുൻപ് സ്പീക്കറുടെ കസേര മറച്ചിരുന്ന ഫോട്ടോയും ഇതിനിടയിൽ പ്രതിപക്ഷം ഉയർത്തി. സഭ വീണ്ടും ചേർന്നതോടെ ബഹിഷ്കരിച്ച പ്രതിപക്ഷം പുറത്തിറങ്ങി. മന്ത്രി മുഹമ്മദ് റിയാസും സർ സജി ചെറിയാനുമാണ് മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് ആദ്യം വെള്ളിലിറങ്ങി. നിങ്ങളാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ കള്ളം പറയരുത്. നിങ്ങളെ കസേരയിരുന്ന് കള്ളം പറയരുത്. സാർ, ഞങ്ങൾ ഈ സഭാ നടപടികൾ ഞങ്ങൾ ബഹിഷ്കരിക്കുക. പിന്നാലെ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തിയും ശബരിമലയിൽ ആരെയും സംരക്ഷിക്കില്ലെന്നും ഉറപ്പു നൽകി മുഖ്യമന്ത്രി. എന്താണ് അവരുടെ ആവശ്യം? അവർ ഭയപ്പെടുന്നു, വസ്തുതകളെ ഭയപ്പെടുന്നു. ആര് തെറ്റ് ചെയ്താലും ആ തെറ്റ് ചെയ്തവർക്കെതിരെ മുഖം നോക്കാതെയുള്ള നടപടിയെടുക്കുന്ന രീതിയും ശീലവുമാണ് ഞങ്ങൾക്കുള്ളത്. മീഡിയ 1 തിരുവനന്തപുരം.